ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തൃപ്രയാറും അതിനോടനുബന്ധിച്ച് അടുത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിരാവിലെ തന്നെ തൃപ്രയാർ എത്തി. ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ക്ഷേത്രങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള തിരക്ക് ഈ ക്ഷേത്രത്തിലില്ല. എറണാകുളം തൃശ്ശൂർ സൈഡിൽ നമ്മൾ നാലമ്പല ദർശനം നടത്തുമ്പോൾ ആദ്യത്തെ ക്ഷേത്രം ഇത് തന്നെയാണ്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി തന്നെയാണ്. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇതുപോലത്തെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ അതിരാവിലെ വരുന്നതാണ് നല്ലത്. അതാകുമ്പോൾ തിരക്കൊന്നും അധികം ഇല്ലാണ്ട് നമുക്ക് തൊഴുതു പോകാൻ സാധിക്കും. അതിരാവിലെ ഈ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രം കാണാൻ ഭയങ്കര മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഭയങ്കര ഭംഗിയാണ് രാവിലെ. സൂര്യൻ എന്തായാലും ഇപ്പോൾ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റും ഈ അമ്പലത്തിൽ നിന്നുള്ള ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ഞാനിവിടെ എത്തിയ സമയത്ത് ഈ ക്ഷേത്രം സൈഡ് വശമൊക്കെ തുടക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഇരുന്ന് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൃപ്രയാർ വരുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ മീനൂട്ട് തന്നെയാണ്. ഈ ക്ഷേത്രം ഫേമസ് ആയത് ഈ ഒരു വഴിപാടിൻ്റെ പേരിലാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ പടിയിൽ വന്നിട്ട് ഈ പുഴയിലേക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുമ്പോൾ ധാരാളമായിട്ട് വലിയ വലിയ മീനുകളൊക്കെയാണ് ഇത് കഴിക്കാനായിട്ട് വരുന്നത്. നമുക്കിവിടെ ഈ കടവിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. അവിടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും നമുക്കിവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാനൊക്കെ സാധിക്കും. ധാരാളമായിട്ട് വലിയ മീനുകളൊക്കെയാണ് ഇവിടെ വന്ന് ഇത് കഴിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. 25 രൂപ വെച്ചിട്ടാണ് ഈ മീനൂട്ട് വഴിപാടിനായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അടക്കേണ്ടത്. കടവിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ മീനിന് കൊടുക്കാനുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിരാവിലെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തിരക്കൊക്കെ ഇല്ലാണ്ട് ഭക്ഷണം കൊടുക്കാനും ഇതൊക്കെ കാണാനും സാധിക്കും. കുറച്ചൊക്കെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സമാധാനമായിട്ട് ഇന്ന് ഫീഡ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ ഗുരുവായൂരൊക്കെ സന്ദർശിക്കാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു അമ്പലമാണ് കേട്ടോ ഇത്. അതിനടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ സന്ദർശിക്കാൻ പറ്റിയൊരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. അതിനടുത്തായിട്ട് തന്നെ തൃപ്രയാർ പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അവിടെ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററിൽ താഴെയാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലാണ് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുമായ കുട്ടിച്ചാത്തനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. കാര്യസാധ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടി അന്യ സംസ്ഥാനത്തു നിന്ന് പോലും ധാരാളം ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിൻ്റേത്. കുറേ ശില്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ പുറത്തു തന്നെയായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു ക്ഷേത്രത്തിനെ അനുസ്മരിപ്പിച്ചാണ് ഈ ഒരു ഡിസൈനൊക്കെ വരുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിലെത്തുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദിനം ദിനം ഇവിടുത്തെ ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇതുവരെ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിച്ച് നോക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അത്. ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ടൊരു ഭക്തൻ ഹിമാലയത്തിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് വിഷ്ണുമായ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം പെരിങ്ങോട്ടുകരയിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ കാനാടി കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വിഷ്ണുമായ കുടിയിരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ധാരാളം ആളുകളാണ് രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പക്ഷേ ഞാൻ ഇതുവരെ കാണാത്തൊരു തരം ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും വിഷ്ണുമായ ക്ഷേത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെയായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിന് ചുറ്റുമായിട്ട് തന്നെ പലതരത്തിലുള്ള കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് ഇവിടെ. നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഈ ക്ഷേത്രം കാണുന്നൊരു കാഴ്ചയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ഞെട്ടലുണ്ടാവും. കാരണം നമ്മൾ പതിവ് കാണുന്ന ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം. ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഇവിടുത്തെ റോഡ് എന്തോ പണി നടക്കുവാണ്. അപ്പോൾ ഭാവിയിൽ കുറച്ചാൾ കൂടി കഴിയുമ്പോൾ ആ റോഡിൻ്റെ പണിയൊക്കെ തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുമാത്രമല്ല, ചെറുതും വലുതുമായിട്ടുള്ള ഏത് വണ്ടിക്ക് നിങ്ങളിവിടെ വന്നാലും ആ വണ്ടിയൊക്കെ ഇടാനുള്ള പാർക്കിംഗ് ഇവിടെ ഉണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിലൊക്കെ വരുമ്പോൾ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം. അപ്പോൾ നിങ്ങളിനി വരുമ്പോൾ എന്തായാലും ഇവിടെ മിസ് ചെയ്യരുത്. ഈ ക്ഷേത്രത്തിൽ എന്തായാലും വന്നിട്ട് പോവുക. ഇതിനടുത്ത് തന്നെയായിട്ടാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഉള്ളത്. നമുക്ക് ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് അങ്ങോട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. നമ്മൾ ഈ കാനാടിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം ഒരേപോലത്തെ രൂപമാണ്. ഇവിടെ 2 ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ 2 ക്ഷേത്രങ്ങൾ സ്വർണ്ണ നിറത്തിലുള്ളൊരു ക്ഷേത്രമാണ്. സാധാരണഗതിയിലെ ക്ഷേത്രങ്ങൾ പോലെ കോമ്പൗണ്ട് വാൾ മാത്രമുള്ള ക്ഷേത്രങ്ങളല്ല ഇത്. ഫുള്ളായിട്ട് അടച്ചു കെട്ടിയിട്ട് അതിൻ്റെ അകത്താണ് ക്ഷേത്രങ്ങൾ ശ്രീകോവിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്.
ഇന്ത്യയിലുടനീളം അന്യസംസ്ഥാനത്തു നിന്ന് പോലും ധാരാളം ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരുപാട് വിശിഷ്ട വ്യക്തികളും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോയൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ വൃത്തി തന്നെയാണ്. ഏത് നേരത്തും ഇവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുമായ കുട്ടിച്ചാത്തനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഈ ഒരു ക്ഷേത്രവും അതിൻ്റെ പരിസരത്തുള്ള കുറച്ച് ബിൽഡിങ്ങും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥയിലാണ്. അവിടെ നിന്ന് നേരെ നമ്മളിനി പോകുന്നത് ആവണങ്ങാട്ടിൽ കളരിയിലേക്കാണ്. നമ്മുടെ മലബാറിലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെ എല്ലാം മൂലസ്ഥാനം എന്ന് പറയാവുന്ന ഒരിടമാണ് ആവണങ്ങാട്ടിൽ കളരി. പണ്ട് കാലത്ത് ഇത് കളരി ആയിരുന്നുവെന്നും അതിനടുത്തായിട്ടാണ് വിഷ്ണുമായയുടെ വിഗ്രഹം സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നാലും ധാരാളമായിട്ട് വണ്ടികളൊക്കെ ഇടാനുള്ള പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് നടന്നു വേണം ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് മാത്രമേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനമായിട്ടുള്ള കവാടം. ഇത് കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി. മറ്റ് രണ്ട് വിഷ്ണുമായ ക്ഷേത്രത്തിനെ അപേക്ഷിച്ച് ഈ ക്ഷേത്രം കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. മുമ്പ് കണ്ട രണ്ട് ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലെല്ലാം അടച്ചുപൂട്ടിയ കെട്ടിടങ്ങളുടെ ഉള്ളിലായിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ തുറസായ ഒരു സ്ഥലത്താണ് ശ്രീകോവിലെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിരാവിലെ വരാൻ വേണ്ടി നോക്കുക. കാരണം അന്യ സംസ്ഥാനത്തു നിന്നും ധാരാളമായിട്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനമായിട്ട് അധികം തിരക്കൊന്നും ഇല്ലാണ്ട് തൊഴുതു പോകണമെങ്കിൽ അതിരാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് തന്നെ ഒരു തീർത്ഥക്കുളമുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ആരെയും ഇറക്കുന്നില്ല. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് വേറൊരു ക്ഷേത്രത്തിനെ പറ്റി വിവരം കിട്ടിയത്. അധികം ആരും സന്ദർശിക്കാത്ത ഒരു കൊച്ചു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടുണ്ട്. പെരിങ്ങോട്ടുകരയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ചേലൂർ മന വിഷ്ണു ക്ഷേത്രമാണിത്. ചേലൂർ മന എന്ന് പറഞ്ഞൊരു മനയുടെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രമായിരുന്നു ഇത്. അതായത് അവരുടെ കുടുംബക്ഷേത്രം. ഇവിടെ എന്നും നിത്യപൂജകളൊക്കെ നടക്കാറുണ്ടെങ്കിലും ഭക്തരങ്ങനെ ധാരാളമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താറില്ല. അധികം ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് എത്താത്തതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ധാരാളമായിട്ട് പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. പക്ഷേ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെ കിടന്നു പോവേണ്ട ഒരു ക്ഷേത്രങ്ങളല്ല. കാരണം ഇത്രയും കാലപ്പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. അതൊക്കെ അതുപോലെ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിരുന്ന ചേലൂർ മനയും ഇപ്പോൾ തീർത്തും ജീർണാവസ്ഥയിലാണ്. ഞാൻ ചെന്ന സമയത്താണേലും എനിക്കിവിടെ തന്ത്രിയെ മാത്രമാണ് കാണാൻ സാധിച്ചത്. കൂടുതലായിട്ട് ഇവിടെ ജോലിക്കാരെയോ മറ്റാരെയും തന്നെ കാണാൻ സാധിച്ചില്ല. അതിരാവിലെ എത്തുവാണെങ്കിൽ ഭയങ്കര സമാധാനം തരുന്നൊരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിന്. ഈ ഒരു ഭാഗത്ത് ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണലാണ്. അതുപോലെ അതിരാവിലെ എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കോടമഞ്ഞും കാണാൻ സാധിക്കും. എന്തായാലും ഭക്തിയേക്കാളുപരി നല്ല സമാധാനം തരുന്നൊരു അന്തരീക്ഷമുള്ള ക്ഷേത്രം. ഇതാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അധികം ആരും ഈ ക്ഷേത്രത്തിലേക്ക് വരാറില്ല എന്ന്. ക്ഷേത്രത്തിന് പുറത്തായിട്ട് തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ളൊരു കുളവും നമുക്ക് കാണാം. ഇതിനൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേലൂർ മന സ്ഥിതി ചെയ്യുന്നത്. ചേലൂർ മനയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റണമെന്നില്ല. വല്യേട്ടൻ സിനിമയിൽ മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിക്കുന്നത് ഈ ഒരു മനയാണ്. 2 നടുമുറ്റങ്ങളുള്ള ഒരു 8-കെട്ടായിരുന്നു ഈ മന. ശരിക്കും കേരളത്തിൽ ഇതുപോലത്തെ മനകളൊക്കെ ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ വീടും തറവാടുകളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടാൽ വിഷമം തോന്നുന്നൊരു കാഴ്ച തന്നെയാണിത്. മൊത്തം കാട് കയറിയ നിലയിലാണ്. നമ്മൾ ആ സിനിമയിലുള്ള വീടും ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥയും കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയം തോന്നാം. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. നമുക്ക് അകത്തേക്കൊന്നും കയറാൻ സാധിക്കില്ല. പുറത്ത് ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് ഇതുപോലെ വീഡിയോ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലൊക്കേഷൻസ് ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റും. അതിൽ 4-5 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുക ഇതുപോലത്തെ ഈ മനയും കണ്ടു പോകാൻ സാധിക്കും. അപ്പം നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ക്ഷേത്രങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ നോക്കി പോവുക. ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിച്ച ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ടില്ലേ തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോവുക. അപ്പോൾ നമ്മൾക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.